ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പേഴ്സണലിൽ നിന്നും പിരിഞ്ഞ നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മാനസിക വിഷമം കാരണം നിങ്ങൾ ഒരു യാത്ര ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ദൂരത്താണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് മാനസികമായി അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ടെലിപ്പതി മെസ്സേജ് അയക്കുന്നുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ പേഴ്സൺ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുമുണ്ട്. നിങ്ങളൊരു കാര്യവും ചിന്തിക്കാതിരിക്കുന്ന നേരത്തായിരിക്കും, ചിരിച്ച് കളിക്കുന്ന നേരത്തെ സമയം പെട്ടെന്ന് ഒരു സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നതാണ്. പേഴ്സൺ നിങ്ങളെ അവിടെ ഓർക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ടെലിപ്പതി മെസ്സേജ് പോലും കിട്ടുന്നത്. നിങ്ങൾ അവരെ വിട്ട് പോയിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളെയും കാത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഗ്രോത്ത് തന്നെയാണ്, മുന്നോട്ട് പോകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുമായി ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ഓർത്തിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഈഗോ ഉള്ളതുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ മടിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് വിഷമവുമുണ്ട്. ഞാനൊന്ന് താഴെ നിന്നാൽ അഭിമാനം പോകുമോ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിക്കാം എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് വരട്ടെ, ഇത്രയും നാൾ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളെല്ലാം മറന്ന് ഒരു നല്ല എനർജിയിലേക്ക് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഇതെല്ലാം മറന്ന് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം. മറ്റേ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം എന്തോ കാര്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവരെ അവിടുന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തോ ബ്ലാക്ക് മാജിക് ചെയ്തതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പാരൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗിൾ പാരൻ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അവരുമായി യാതൊരു ഒരു കണക്ഷനും പാടില്ലെന്ന് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നതായി കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതായും കാണുന്നുണ്ട്. അത്രത്തോളം അവരുമായി കൂടിയാൽ നിങ്ങൾക്ക് അത്രത്തോളം പ്രശ്നം വരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് കുറച്ച് സ്പേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ബന്ധം വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു നഷ്ടബോധത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം നിങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഒന്നുകിൽ അവർ വേണ്ടാന്ന് വെച്ചതല്ല, നിങ്ങൾ വേണ്ട ഏത് രീതിയിലായോ ഒരു വേണ്ട എന്നുള്ള ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഒരു നഷ്ടപ്പെടലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 3 years ഓൾഡിൻ്റെ എനർജിയാണുള്ളത്. നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട്. എന്തോ വിട്ടിട്ട് പോയെന്നാണ്. ഒന്ന് നിങ്ങൾ അവരെ വിട്ടതല്ല, അവർ നിങ്ങളെ വിട്ട് ഏത് വിധത്തിലാണ് വിട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ തൂങ്ങിയിരുന്നു, മുന്നോട്ട് പോയതേ ഇല്ല. ടൈം പീരീഡ് കഴിഞ്ഞിട്ട് അതിൽ തന്നെ സ്റ്റക്കായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം വിഷമമുണ്ടാകുന്നത്. ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുക, എന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ വേദനയെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതാണ്. ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് നിങ്ങളുടെ സ്നേഹത്തോടെ വരാനും സാധ്യതയുണ്ട്. ഒരു 4 of Pentacles എനർജിയാണ്. നിങ്ങൾക്കൊരു നഷ്ടബോധമാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് മാത്രം പ്രാധാന്യം കൊടുത്തു, നിങ്ങളുടെ പേഴ്സണെ മാത്രം ഹോൾഡ് ചെയ്ത് വെച്ച് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്കൊന്നും ഒരു കോൺസെൻട്രേഷനോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ ജോലിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും. ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാകില്ല. മുന്നോട്ടൊരു റിസ്ക് എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തതിലേക്ക് എന്ന് ചിന്തിക്കണം. നിങ്ങളോട് ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളോട് ആ വ്യക്തി ഫോർഗീവ് ചോദിച്ചിട്ടുണ്ടാകും, അത് നിങ്ങളത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. ലാസ്റ്റിൽ വന്നിട്ടുള്ളത് ഒരു ജഡ്ജ്മെൻ്റാണ്. നിങ്ങൾക്ക് ഒരു റീബർത്താണ് വരാൻ പോകുന്നത്.
നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യമാണെന്നാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നിങ്ങൾ അനുഭവിച്ച പെയിനുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നെന്ന് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.